അടിച്ചു കയറി വാ, അതിലേക്ക് നമുക്ക് വരാം. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എൻ്റെ വക. എല്ലാവരും അടിച്ചു കയറി വാ. ഓ സബാഷ്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, അങ്ങനെ സായിപ്പന്മാരും മതമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. അതിനൊരു ടോണാണ്. കുറേ ഉണ്ട്, ഇഷ്ടമാതിരി ടോണുകളുണ്ട്. അതിൻ്റെ റൈറ്റർ സിന്ധുരാജ് സാറും സിബി മലയിൽ സാറും അത് കൺസീവ് ചെയ്ത് അങ്ങനെയാണ്. പിന്നെ അത് ആ സിനിമയിൽ തന്നെ പല ഇമോഷനിലും പല സ്ഥലത്തും ഈ അടിച്ചു കയറുക ഡയലോഗ് റൈറ്റർ എഴുതിയിട്ടുണ്ട്. സോ അതിലൂടെയാണ് പറഞ്ഞു പോകുന്നത്. വന്നിറങ്ങുമ്പോൾ ചിങ്ണ് ജോസ് പോയി ദുബൈ ജാസ് വന്ന് അവിടെ വന്ന് കയറിയ ഉടനെ കാലത്ത് നെടുമ്പാശ്ശേരിയിൽ വന്ന ഉടനെ നല്ല കള്ളിൻ്റെ വിചാരമായിരുന്നു, അടിച്ചു കയറാമെന്നുണ്ട്. അത് കഴിഞ്ഞ് സങ്കടത്തിലുണ്ട് ഇമോഷൻ, ദേഷ്യത്തിലുണ്ട് ഇമോഷൻ, പിന്നെ ഞാൻ പോലീസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ട് ഇമോഷൻ ഉണ്ട്, റൊമാൻറ്റിക്കിലുണ്ട് ഇമോഷൻ ഉണ്ട്, കോമഡിയിലാണ് ഇമോഷൻ ഉണ്ട്. സോ അത് ത്രൂ ഔട്ട് റൈറ്റർ കൺസീവ് ചെയ്ത് അങ്ങനെയാണ്. സിബി മലയിൽ സാർ റെസ്റ്റ് അത്രയും അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ശരിക്കും ഈ ഒരു ഇത്രയും മാത്രം ആളുകളിലേക്ക് എത്തിയപ്പോൾ, ഇപ്പോൾ വീണ്ടും റീസെൻ്റ്ലി എത്തിയപ്പോൾ കുറേ നമ്മൾ ഇതുപോലെ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ സിബി സാറിനെ എപ്പോഴെങ്കിലും വിളിച്ചിരുന്നോ? ആരും വിളിച്ചിട്ടില്ല. ടു ബി ട്രൂ, ആരെയും വിളിച്ചിട്ടില്ല. സിബി സാറെ ഞാൻ വിളിച്ചിട്ടില്ല, റൈറ്റർ ഞാൻ വിളിച്ചിട്ടില്ല, ചാക്കോച്ചനെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. ബട്ട് എല്ലാവരും എല്ലാം കാണുന്നുണ്ട്, എല്ലാവരും കാണും. സിബി സാറും കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്, ചാക്കോച്ചനും കാണുന്നുണ്ട്, റൈറ്ററും കാണുന്നുണ്ട്, ക്യാമറാമാൻ വേണേട്ടനും കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദേ ഓൾ ആർ വെരി ഹാപ്പി. അത് മതിയല്ലോ. ശരി, ഇനി നമ്മളതിൽ എല്ലാ പല സിറ്റുവേഷൻസിലും ഉണ്ടെങ്കിലും ആ ഡയലോഗ് ഉണ്ടെങ്കിലും ജഗതി ചേട്ടൻ്റെ ഓപ്പോസിറ്റ് നിന്ന് നമ്മളിത് പറയുമ്പോൾ കിട്ടുന്ന ജസ്റ്റ് നമുക്കറിയാം, ഓൾറൗണ്ട് എന്ന് പറയുന്നത് അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കോമഡി ഉണ്ടെങ്കിൽ, കോമഡി പറയാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലീഡ് വേർഡ് എന്ന് പറയുന്നത്, ഒരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ജഗതി ചേട്ടൻ തന്നെയാണ്. ജഗതി ചേട്ടൻ്റെ ഓപ്പോസിറ്റ് നിന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവിടെ സ്പോണ്ടേനിയസ് ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഡയലോഗിലുള്ളത് സ്ക്രിപ്റ്റിലുള്ളത് മാത്രമായിരിക്കില്ല. ആ ഒരു മൊമെന്റ് ഒന്ന് ഓർത്തെടുക്കോ? ഞാൻ ഇന്നല്ല എപ്പോഴും പറയുന്നതാണ്, ജഗതി സാറായിട്ട് ചെയ്യുമ്പോൾ ഒരു ആക്ടറിന് അവിടെ പെർഫോം ചെയ്യാൻ ഉള്ള സ്പേസ് തരണമുണ്ടല്ലോ, തീർച്ചയായിട്ടും അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇറ്റ്സ് ത്രൂ ഔട്ട്, ഞാൻ സാറായിട്ട് കുറേ പടം ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് നമുക്ക് ലേണിംഗ് പ്രോസസ്സാണ്. പിന്നെ സാറെപ്പോലത്തെ ഒരാൾ എന്നെപ്പോലത്തെ ഒരാളോട് വർക്ക് ചെയ്യുമ്പോൾ സാറ് മനസ്സിലാക്കിയാണ് ഇന്ന ആക്ടറിന് എന്താ ടാലൻ്റ് ഉള്ളത്, ഇന്ന ആക്ടർ എന്താ ഡെലിവറി ചെയ്യാൻ പോണത്, പുള്ളി നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, ഈ അഴിഞ്ഞാട്ടം, ഈ ഡയലോഗ് അടിച്ചു കയറിവ കംപ്ലീറ്റ് കടന്ന് ഇളകി മറിഞ്ഞതൊക്കെ എൻ്റെ അടുത്ത് ഒരാൾ നിൽപ്പുണ്ട്, ഒരു ലെജൻഡ് നിൽപ്പുണ്ട്, പുള്ളിയുടെ കൂടെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാറ് മനസ്സിലാക്കിയാണ് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഈ ക്യാരക്ടർ ഉള്ളത്, ഈ ക്യാരക്ടർ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്, ഈ സാറിൻ്റെ ക്യാരക്ടർ എന്താ ചെയ്യാൻ പോണത്. സോ രണ്ടുപേരുടെ കോമ്പിനേഷനാണ് പടം ത്രൂ ഔട്ടുള്ളത്. സോ അതൊരു വലിയ കാര്യമാണ്. അത് വേറൊരു സീനിയർ ആക്ടർ മനസ്സിലാക്കുക, കൂടെ നിൽക്കുക. പിന്നെ നമ്മൾ പിന്നെ പേടിക്കാൻ കൂടെ അടിച്ചു വിട്ടാണ്, കിട്ടിയ ചാൻസ് വിട്ടുകളയരുത്. നമ്മൾ ഡു ദ മാക്സിമം പെർഫോമൻസ്. അടിച്ചു കയറി ആ ഫുൾ ഡയലോഗ് ആ പ്രാസം ഉൾപ്പെടെ കേൾക്കണമെന്നുണ്ട്. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എൻ്റെ വക. എല്ലാവരും അടിച്ചു കയറി വാ. ഓ സബാഷ്. അങ്ങനെ കുറേ ഉണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, അങ്ങനെ സായിപ്പന്മാരും മതമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. അതിനൊരു ടോണാണ്. കുറേ ഉണ്ട്, ഇഷ്ടമാതിരി ടോണുകളുണ്ട്. ആ സ്പോട്ട് അന്നത് പറഞ്ഞു തന്നപ്പോൾ കുറേ ടേക്ക് എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തോ? കുറേ ഇല്ല, പ്രാക്ടീസ് ആൻഡ് റിഹേഴ്സൽ ഇസ് ഓൾവേസ് ദേർ. അത് എനി സീൻ, എനി ഡയലോഗ്, വി ഓൾവേസ് പ്രാക്ടീസ്, റിഹേഴ്സ് ഇതാണ് ചെയ്യുന്നത്. നമ്മളൊരു സീൻ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് വിഷ്വലായിട്ട് വി തിങ്ക് വിഷ്വലി ഈ സീൻ എങ്ങനെയായിരിക്കും എടുക്കാൻ പോകുന്നത്. വിൽ ഹാവ് എ തോട്ട്, വിഷ്വൽ തോട്ട് വേണം. എനി ആക്ടർ വിൽ ഹാവ് എ വിഷ്വൽ. സോ നമ്മൾ വിഷ്വൽ തോട്ടിലേക്ക് പോകും. പിന്നെ നമ്മൾ തന്നെ ഒരു അകത്തൊരു ഡയറക്ഷൻ കാണും, ഇതെങ്ങനെ പറയാം, എങ്ങനെ ചെയ്യാം, എങ്ങനെയായിരിക്കും സീൻ എടുക്കാൻ പോകുന്നത്. പിന്നെ അവിടെ വരുമ്പോൾ ഡയറക്ടർ ഈസ് ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ്. പിന്നെ ക്യാമറമാൻ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ചിലപ്പോൾ മാച്ച് ആവും, ചിലപ്പോൾ മാച്ച് ആയാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു വാവ് ഫാക്ടർ ആയിരിക്കും. ചിലപ്പോൾ ഇതൊന്നും അല്ലായിരിക്കും. പക്ഷെ വി ഡു ആസ് പെർ ആസ് വാട്ട് ദ ഡയറക്ടർ സേസ്.